എന്റെ JCB വിറ്റു. അപ്പൊ ഞാൻ വലിയ സങ്കടത്തിൽ പറഞ്ഞപ്പോ അത് സാരമില്ല പോട്ടെ, എന്നാലും എന്റെ ചെക്കനെ കിട്ടുമല്ലോ. അത് ആ ഒരു രീതിയിൽ ഉണ്ടല്ലോ. മനാഫിന് ശരിക്കും ഇത് തന്നെ വേണം. മുബാറക്കും നമ്മളൊക്കെ അടക്കം ഇരുന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്റെ JCB വിറ്റു എന്നാ. അത്തരം ഒരു വീഡിയോ നമ്മൾ പിറ്റേ ദിവസം പുറത്തുവിട്ടത്. ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മനാഫിന്റെ കൂടെ നിങ്ങൾ കട്ടയ്ക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ഈ മനാഫ് ശരിക്കും ഒരു വ്യക്തിയെ തെറി പറയുന്നില്ല. മനാഫ് ഒരാളെയും മോശമായി ചിത്രീകരിച്ചില്ല. ഞാൻ എപ്പോഴും ഈ ലോറിക്കാരെ സപ്പോർട്ട് ചെയ്യാൻ കാരണം വെച്ചാൽ ലോറിക്കാരെ എന്ന് പറയുന്നത് നീതി കിട്ടാത്തൊരു ഒരു കൂട്ടം ആളുകളാണ്. ഈ ലോറിക്കാർക്ക് നീതി കിട്ടാൻ എനിക്ക് മനാഫിലൂടെ അതിൽ വലിയ സന്തോഷമാണ് കാര്യം. ഞാൻ മനാഫിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ കാരണം മനാഫ് ലോറിക്കാർക്ക് വേണ്ടി നീതി കിട്ടാത്ത ലോറിക്കാർക്ക് വേണ്ടി ഒരു ശബ്ദം ഉയർന്നു എന്നുള്ളതാണ് മനാഫിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയി എനിക്ക് തോന്നിയത്. അതേസമയം ഈ ലോറി ഡ്രൈവർമാരെ ഇത്രയധികം പീഡിപ്പിക്കുന്നതോട് ഒരു നിലക്കും നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഒന്ന്, ഇവർക്ക് എന്തെങ്കിലും സൈഡിൽ റെസ്റ്റ് റൂംസ്, പിന്നെ അതുപോലെ തന്നെ ഒരു ഭക്ഷണം, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ. കാരണം അതിനകത്ത് റോഡിലെ മറ്റ് യാത്രക്കാരെ എൻഡേഞ്ചർ ആക്കാവുന്ന സാഹചര്യങ്ങൾ, ഇവരെടുക്കുന്ന ഒരു സ്ട്രെയിന് വളരെ വലുതാണ്. ഇവരോടൊരു കംഫർട്ട് നമ്മൾ കാണിക്കുന്നതിന് പകരം ലോറി ഡ്രൈവർമാർ എപ്പോഴും ഒരു മോശപ്പെട്ട മനുഷ്യന്മാരാണ് ഒരു ഗുണ്ടാ രീതിയിലാണ് നമ്മളെപ്പോഴും കാണുന്നത്. നമസ്കാരം. അങ്ങനെ മനാഫിനെതിരെ കേസ് എടുത്തിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ 2-3 ദിവസമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വിഷയമാണെങ്കിൽ പോലും കേസ് എടുക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. ഗുരുതരമായ വകുപ്പുകൾ ചേർത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു കേസ് വരാൻ കാരണം എന്നുള്ള ഒരു സംഭവമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഷാഹിദ്, എന്തുകൊണ്ടായിരിക്കും ഈ ഒരു മനാഫിന് വലിയ രീതിയിലേക്കുള്ള ഹൈപ്പ് വരുന്നു? അത്തരം രീതിയിലേക്കൊക്കെ ഹൈപ്പ് വലിയ രീതിയിലേക്ക് വരുന്നു. ഈ ഒരു കുടുംബത്തെ ആക്രമിക്കുന്നത് ശരിക്കും മനാഫ് അല്ല എന്ന് നമുക്ക് ജനങ്ങൾക്കൊക്കെ മനസ്സിലാവും. കാര്യം പല ആളുകളും സൈബർ അറ്റാക്ക് നടന്നു അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്കാണ് ഈ കേസ് വന്നേക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് മനാഫിന് ഒന്നാം പ്രതിയായി കേസ് എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക? ബാബു, നമ്മൾ വേറെന്തൊക്കെയോ ഒരു പെർസെപ്ഷനിലാണ് ഇപ്പം നിൽക്കുന്നത്. സാധാരണ നമ്മളൊരു വിപത്ത്, മലയാളിക്കൊരു വിപത്തുണ്ടായാൽ മലയാളി ഇത്തരം കാര്യങ്ങളിലൊക്കെ കൂട്ടായി ഒരുമിച്ച് നിൽക്കും. മതങ്ങളോ ഇഷ്യൂസോ ബാക്കിയുള്ളതൊക്കെ ഇല്ലാതെ. ഇതൊരു പുതിയ കോൺസെപ്റ്റാണ് മനാഫിനെതിരെ. ഒരു പ്രത്യേക തരത്തിലുള്ള ഗ്രൂപ്പുകൾ വളരെ ബ്ലൈൻഡായിട്ട് മനാഫിനെ ആക്രമിക്കുന്നു, അതൊരു ഇഷ്യൂ ആക്കി മാറ്റുന്നു. അതിൻ്റെ ഒരു പ്രഷറിൽ പുതിയ കേസ് വരുന്നു. എനിക്കറിയില്ല എന്തിനാ മനാഫ് ഇതിനെതിരെ കേസ്. മനാഫ് ചെയ്ത തെറ്റെന്താന്ന്. അതെ, ഞാനും ചോദിക്കുന്നത് മനാഫ് ചെയ്ത തെറ്റെന്താണ് ശരിക്കും. ഷാഹിദ് ശരിക്കും കുറച്ചുകൂടെ വിലയിരുത്താൻ കഴിയും. കാര്യം ഈ മനാഫ് തെറ്റ് ചെയ്തു എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഇല്ല. പക്ഷേ ഇനിയിപ്പോൾ കേസ് എടുത്ത സ്ഥിതിക്ക് മനാഫ് എന്തായാലും ആ ഒരു ഹൈപ്പ്, എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ആ കുടുംബത്തിനെതിരെ വലിയ രീതിയിലേക്കുള്ള സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷേ ഞാൻ പറയുന്നത് എൻ്റെ കയ്യിൽ നിന്നുള്ള പെരുമാറ്റം പോലെ ആയിരിക്കും തിരിച്ച് റിയാക്ഷൻ ഉണ്ടാവുക. അത് ജനങ്ങളെ ഏറ്റെടുക്കുന്ന ഒരു വിഷയം ആയതുകൊണ്ട് അത് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞ രീതിയിലേക്ക് കുടുംബം പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൈബർ അറ്റാക്ക് വന്നത് എന്നാണ്. അല്ല, മനാഫ് എടുത്തൊരു സ്റ്റാൻഡ്, മനാഫ് എടുത്ത സ്റ്റാൻഡ് തന്നെയാണ് മനാഫിനുണ്ടായ പോപ്പുലാരിറ്റി. സ്വാഭാവികമായും മലയാളിക്ക് ഒരു മാതൃകയാണ് മനാഫ്. മനാഫ് ഒരു മനുഷ്യനാണ്. മലയാളിയുടെ എന്നുള്ള മുഖമുദ്രയാണ് മാനവികത എന്ന് പറയുന്നത്. അതിൻ്റെ ഐക്കൺ തന്നെയായിട്ടാണ് മനാഫ് ഉയർന്നു വന്നത്. സ്വാഭാവികമായിട്ടും മീഡിയ കവറേജസ്, സംവിധാനങ്ങൾ, പിന്നെ അയാൾ സിറ്റിയിൽ താമസിക്കുന്ന ഒരാളാണ്. പിന്നെ കേരളം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു ഇഷ്യൂ ആയിരുന്നു 2 മാസത്തിലേറെ ആയിട്ട് അർജുൻ്റെ ഒരു കേസിൽ എല്ലാവരും ഒരുമിച്ച് നിന്നത്. പിന്നെ ഈ ക്യാമ്പയിൻ ലീഡ് ചെയ്തതും എഫർട്ട് എടുത്തതും അതിനുവേണ്ട എല്ലാ അർത്ഥത്തിലും ഫിസിക്കലി, ഫിനാൻഷ്യലി, എല്ലാ കാര്യങ്ങളും മനാഫ് ഒരാൾ മാത്രം എന്ന് പറയുന്ന തരത്തിലുള്ളത് തന്നെയാണ്. മനാഫും മീഡിയ അതിനോട് ചേർന്ന് കൊടുത്ത സപ്പോർട്ടും ആണ് അധികാരികളെ ഇതിൻ്റെ പിന്നിൽ ചേസ് ചെയ്യാനും ഈ ഒരു സംഗതിയിലേക്ക്, പിന്നെ അത്രയും മുകളിൽ വലിയ ആഴത്തിലൊന്നും അല്ലാതെ കണ്ട ഒരു വണ്ടി നമ്മൾ 2.5 മാസത്തിന് ശേഷം ഒന്ന് തോണ്ടിയെടുക്കുന്നത്. ഇത് നേരത്തെ ചെയ്യാമായിരുന്ന ഒരു കാര്യം. നമ്മള് മനാഫുമായിട്ട് മുബാറക്കും നമ്മളൊക്കെ അടക്കം ഇരുന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്റെ JCB വിറ്റു എന്നാ. അത്തരം ഒരു വീഡിയോ നമ്മൾ പിറ്റേ ദിവസം പുറത്തുവിട്ടത്. ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മനാഫിന്റെ കൂടെ നിങ്ങൾ കട്ടയ്ക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. കാര്യം ഞങ്ങളോട് എന്നോട് അടക്കം വെളിപ്പെടുത്തിയ സംഭവം എന്താ വെച്ചാൽ എന്റെ JCB വിറ്റു. അപ്പൊ ഞാൻ വലിയ സങ്കടത്തിൽ പറഞ്ഞപ്പോ അത് സാരമില്ല പോട്ടെ, എന്നാലും എന്റെ ചെക്കനെ കിട്ടുമല്ലോ. അത് ആ ഒരു രീതിയിൽ ഉണ്ടല്ലോ. മനാഫിന് ശരിക്കും ഇത് തന്നെ വേണം. മനാഫിന് ഇത് തന്നെ വേണം. കാര്യം സ്വന്തം കയ്യിലുള്ള JCB അടക്കം വിറ്റ് അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി പെടാപ്പാട് പെട്ട് മാസങ്ങളോളം അവിടെ ഓരോ ഗതിയിലുള്ള ഓരോ മൂവ്മെന്റ്സുകൾ നടക്കി ചെയ്ത മനാഫിന് ഇത് തന്നെ വേണം. മനാഫിന് ശരി കേസ് തന്നെ വേണം. കാര്യം
എന്തിനാണ് മനാഫിനെതിരെ കേസെടുത്തത് എന്ന് എനിക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല. ഞാനൊന്ന് ACP-യുമായി ബന്ധപ്പെട്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് മനാഫിനെ വെച്ച് കേസെടുക്കാൻ കഴിയൂ എന്നുള്ള ഒരു സാധനമാണ് എന്നോട് പറഞ്ഞത്. കേസെടുക്കാൻ മനാഫിന്, എനിക്ക് മനസ്സിലായില്ല അപ്പോഴും എന്താ സംഭവം എന്നുള്ളത്. ഒന്നാം പ്രതിയാക്കി മനാഫിനെ കേസെടുത്തിരിക്കുന്നു. മനാഫിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ കുടുംബത്തിനെതിരെ യാതൊരുവിധ രീതിയിലേക്കുള്ള ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് പറയുന്നു. അതിനപ്പുറത്ത് ഇനിയിപ്പോൾ സൈബർ അറ്റാക്ക് കൂടുതലല്ലേ ചെയ്യുക. കാര്യം മനാഫിനെതിരെ കേസെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായ സ്ഥിതിക്ക്, കാര്യം ഈ മനാഫ് ശരിക്കും ഒരു വ്യക്തിയെ തെറി പറയുന്നില്ല, മനാഫ് ഒരാളെയും മോശമായി ചിത്രീകരിച്ചില്ല. പക്ഷേ ഈ നാട്ടുകാർ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇത്തരം രീതിയിലേക്ക് ചെയ്യുമ്പോൾ അത് അടക്കാനുള്ള ഒരു ശ്രമമാണ് എന്നാണ് ACP നമ്മളോട് വെളിപ്പെടുത്തിയത്. പക്ഷേ അത് എത്രത്തോളം ആ രീതിയിലേക്ക് പോകും? ഇത് കേസ് തന്നെ അല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഉത്തരവാദിത്തപ്പെട്ട ഒരു മുതലാളിയുടെ വളരെ മാനുഷികമായ ഒരു ഇടപെടലാണ് മനാഫ് നടത്തിയത്. എനിക്ക് തോന്നുന്നത് മനാഫിനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എവിടെയാണ് കേരളം ഞാൻ പറയുന്നത്? ഇപ്പോ ഒരു മുതലാളി എൻ്റെ തൊഴിലാളിയെ, എൻ്റെ വളരെ ശ്രദ്ധിക്കേണ്ട വാക്കാ ഇത്, എടുത്തെടുത്ത് പറയണം. ഒരു മുതലാളി എൻ്റെ തൊഴിലാളിയെ, പ്രത്യേകിച്ച് ലോറി അസോസിയേഷനും ലോറിക്കാർക്കൊക്കെ നീതി കിട്ടാത്തതാണ്. നിങ്ങൾ എപ്പോഴും പറയുമല്ലോ ബാബു, ലോറിക്കാരുടെ ഇടയിൽ ആ നന്നായി ചെയ്തത് നിങ്ങൾ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വിഷയമാണ്. ഞാൻ എപ്പോഴും ഈ ലോറിക്കാരെ സപ്പോർട്ട് ചെയ്യാൻ കാരണം വെച്ചാൽ ലോറിക്കാരെ എന്ന് പറയുന്നത് നീതി കിട്ടാത്തൊരു ഒരു കൂട്ടം ആളുകളാണ്. ഈ ലോറിക്കാർക്ക് നീതി കിട്ടാൻ എനിക്ക് മനാഫിലൂടെ അതിൽ വലിയ സന്തോഷമാണ് കാര്യം. ഞാൻ മനാഫിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ കാരണം മനാഫ് ലോറിക്കാർക്ക് വേണ്ടി, നീതി കിട്ടാത്ത ലോറിക്കാർക്ക് വേണ്ടി ഒരു ശബ്ദം ഉയർന്നു എന്നുള്ളതാണ് മനാഫിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയി എനിക്ക് തോന്നിയത്. അത് എപ്പോഴും നിൽക്കും. ലോറിക്കാർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് അത്തരം മൂവ്മെന്റ്സുകൾ നമ്മൾ ശരിക്കും സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതേ തുടർന്ന് തന്നെ നമ്മൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. അന്നും നമ്മൾ പറഞ്ഞ ഈ സാധനത്തിലേക്ക് ജനങ്ങൾക്ക് സഹായമായി അല്ലെങ്കിൽ ലോറി ഡ്രൈവർമാർക്ക് സഹായമായിട്ട് നിൽക്കുന്ന ഒരു സംഘടന വേണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ പൊതുവെ ഞാൻ മറ്റു സംഘടന കുറ്റം പറയല്ല, ഇത് എത്രയും ഫാസ്റ്റായിട്ട് ഭിന്നിപ്പില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംഘടന. അപ്പോൾ ലോറി ഓണർ മനാഫ് പറയുന്നത് എന്താ വെച്ചാൽ, എന്നെ വിശ്വസിച്ചാണ് എൻ്റെ അർജുൻ പോയത്. അപ്പൊ ആ അർജുൻ ഒരു വിശ്വാസം ഉണ്ടാവും എന്നെ വീട്ടിലെത്തിക്കുന്നില്ല, അത് ഞാൻ നിറവേറ്റേണ്ടിയിരിക്കുന്നു എന്നാ പറഞ്ഞേ. അത് എത്രത്തോളം ഒരു മുതലാളി എന്നുള്ള വാക്കിന്റെ അതാണ് ജനങ്ങളെ ഏറ്റെടുത്തത് ശരിക്കും ഷാജിദ, അല്ലേ? തീർച്ചയായും. നിങ്ങൾക്ക് എന്താണ് അത്തരം ഒരു ഉപഭോക്തൃ സമൂഹമായ കേരളം, നമ്മൾക്ക് ഇവിടെ ബസ് ഓടിയിട്ടില്ലെങ്കിൽ അതല്ലെങ്കിൽ വിമാനം അടച്ചിട്ടാലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതേസമയം ലോറി സമരം അല്ലെങ്കിൽ ലോറി പ്രോപ്പറായിട്ട് ഓടിയിട്ടില്ല എങ്കിൽ നമ്മൾ ഈ 3 കോടിയോളമുള്ള സമൂഹം മൊത്തം പട്ടിണിയിലാവും. മരുന്നുകൾ വരില്ല, നമുക്കെല്ലാം പുറത്തുനിന്ന് വരുന്നതാണ്. പൊതുവിൽ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ തീരെ കെയർ ചെയ്യാത്ത, അല്ലെങ്കിൽ ഏറ്റവും അധികം ചൂഷണം ചെയ്യുകയും നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞ ഏറ്റവും നമ്മളെ അധികാരികൾ തന്നെ ഏറ്റവും അധികം ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരാണ് ഈ ലോറി ഡ്രൈവർമാർ എന്ന് പറയുന്നത്. കുഴപ്പങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. നമ്മൾ യാത്ര ചെയ്യുന്ന ആളുകളാണ് അല്ലെ, വല്ലാത്ത രീതിയിലേക്ക് യാത്ര ചെയ്യുന്ന ആളാണ്. ഞാനൊക്കെ ഒരു മാസം 10,000 കിലോമീറ്റർ ഓടുന്ന ആളാണ്, നിങ്ങൾക്കറിയാം. നമുക്ക് ഇത്ര AC ഫെസിലിറ്റി, നല്ല ഫെസിലിറ്റി, നമ്മൾ നല്ല വണ്ടി ഉപയോഗിക്കുമ്പോൾ പോലും നമുക്ക് ഇരിക്കാൻ കഴിയുന്നില്ല അത്ര ദൂരം. തീർച്ചയായും. പക്ഷെ കിലോമീറ്ററോളം ഞാൻ എപ്പോഴും ഇവരെ നോക്കി കാണുന്നത് 1000-2000 കിലോമീറ്ററോളം ഒറ്റക്കിരുന്ന് ദിവസങ്ങളോളം ഓട്ടുന്ന ഒരു മനുഷ്യൻ വിത്തൗട്ട് AC ഫെസിലിറ്റീസ്. നമുക്കറിയാം ഒരു ലോറിയിലെ ഫെസിലിറ്റി എത്ര, ഇപ്പൊ ഫെസിലിറ്റിയിലെ വണ്ടികൾ വന്നു തുടങ്ങി. പക്ഷെ ഒരു ലോറിയിലെ ഫെസിലിറ്റി എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അത്രയും ദൂരം യാത്ര ചെയ്യുന്ന ഒരാളോട് കാണിക്കേണ്ട കരുണ 100% ജനങ്ങൾ കാണിക്കണമെന്നാണ്. അതിലിടക്ക് പോലീസുകാർ വേട്ടയാടുന്നു, MVD വേട്ടയാടുന്നു, ഇത്തരം ചെക്ക് പോസ്റ്റുകൾ വേട്ടയാടുന്നു. ഇതൊക്കെ എന്താ പറയാ, പാമ്പ് മാളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന പോലെ MVDയെ കാണരുത്, മറ്റുള്ള ആളുകൾ കാണരുത് എന്ന് പറഞ്ഞ് ഡ്രൈവർമാർ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കറിയാം. ഇവരോട് കാണിക്കുന്ന ഈ ഒരു എന്താ പറയുക, ഒരു ദുഷ്പ്രവൃത്തി എന്ന് തന്നെ പറയാം ശരിക്ക്. പിന്നെ മറ്റുള്ള കുഴപ്പങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം ഇന്നുണ്ട്. അത് സ്കാൻ ചെയ്യാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും പോയിന്റ് ടു പോയിന്റ് ആണെങ്കിലും ഒക്കെ വേണം. അതേസമയം ഈ ലോറി ഡ്രൈവർമാരെ ഇത്രയധികം പീഡിപ്പിക്കുന്നതോട് ഒരു നിലക്കും നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഒന്ന്, ഇവർക്ക് എന്തെങ്കിലും സൈഡിൽ റെസ്റ്റ് റൂംസ്, പിന്നെ അതുപോലെ തന്നെ ഒരു ഭക്ഷണം, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ. കാരണം അതിനകത്ത് റോഡിലെ മറ്റ് യാത്രക്കാരെ എൻഡേഞ്ചർ ആക്കാവുന്ന സാഹചര്യങ്ങൾ അത് സംഭവിക്കാണ്ടിരിക്കാനും, അതിലുപരി പിന്നെ ഈ വണ്ടിയിലിരിക്കുന്ന ഇത്രയും വാല്യൂ ഉള്ള മുതലുകൾ വളരെ സേഫായിട്ട് എത്തിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഇവരെടുക്കുന്ന ഒരു സ്ട്രെയിന് വളരെ വലുതാണ്. അപ്പോൾ ഇവരോടൊരു കംഫർട്ട് നമ്മൾ കാണിക്കുന്നതിന് പകരം ലോറി ഡ്രൈവർമാർ എപ്പോഴും ഒരു മോശപ്പെട്ട മനുഷ്യന്മാരാണ്, ഒരു ഗുണ്ടാക്തി രീതിയിലാണ് നമ്മളെപ്പോഴും കാണുന്നത്. കാരണം ഇവരോട് ഈ റോഡ് കാണിക്കുന്ന സർക്കസ്, ഇവരെ മുമ്പ് കാണിക്കുന്നത്, കാരണം ഒരു വലിയ വണ്ടി നമ്മളുടെ റോഡ് മാതിരി കൊണ്ടു നടക്കാനുള്ള പ്രയാസം വളരെ കൂടുതലാണ്. അത് മനസ്സിലാക്കാണ്ടിയാണ് പല ഡ്രൈവർമാരും
റോഡ് കാണിക്കുന്ന സർക്കസ്. തീർച്ചയായും ഇത്തരം രീതിയിലേക്കുള്ള ഒരു സംഭവങ്ങളൊക്കെ ശരിക്കും എന്ത് ചെയ്യണം, ഇതിനൊരു അറുതി വരണം. 100% ഇവർക്ക് ഇത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. നമ്മളുടെ റോഡിലെ സമീപനം മാറി വരുന്ന സർക്കാരുകൾ ശരിക്കും ഇത് ചർച്ച ചെയ്യേണ്ടതാണ്. ചർച്ചയിലൂടെ മാത്രമേ ഇത്തരം രീതിയിലേക്ക് ഒരു നീതി കിട്ടുന്ന അവസ്ഥ ഉണ്ടാവുള്ളൂ. എന്തായാലും പറയാ, മനാഫിനെതിരെ കേസെടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും വളരെ മോശമായി പോയി എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.